ലോകത്തിൽ ഏറ്റവും വലിയ അറിവെന്താണെന്നറിയുമോ? തനിക്കെന്തറിയില്ല എന്നറിവാ. ഇപ്പൊ നമ്മളെ കുട്ടികൾക്ക് എല്ലാം എനിക്കറിയാമെന്ന അഹന്ത കൊണ്ടാണ് പുതിയത് പഠിക്കാത്തത്. അറിയില്ല എന്ന അറിവുണ്ടാവണമെങ്കിൽ ചോദ്യം ഉണ്ടാവണം. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരത്തെ സ്വീകരിക്കാൻ മനസ്സിലൊരു സ്പേസ് തുറക്കപ്പെടും. ഇപ്പൊ ഞാനൊരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ കൈനീട്ടൂലേ വാങ്ങാനായിട്ട്? ഇതുപോലെ നമ്മുടെ മനസ്സിലും ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരത്തെ സ്വീകരിക്കാനായിട്ട് മനസ്സ് നീട്ടും. ഈ മനസ്സ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആ ഉത്തരം കിട്ടുന്നത് വരെ ആ മനസ്സ് എക്സ്റ്റെൻഡ് ചെയ്ത ഫയല് ആ റൂം ശൂന്യമാകും. ഒരുത്തൻ വിവാഹത്തിന് പെണ്ണ് കാണാനായിട്ട് വരനായിട്ട് പോകുമ്പോൾ വരൻ പുറപ്പെട്ടാൽ ആ വധുവിനെ കൊണ്ടൊന്ന് പാർപ്പിക്കാൻ ഒരു റൂം ഒരുക്കണ്ടേ? ആ റൂം ഒഴിഞ്ഞു കിടക്കുന്നിടത്തോളം ഇവൻ പെണ്ണ് കാണാൻ പോയിക്കൊണ്ടിരിക്കും. ചോദ്യം വരനും ഉത്തരം വധുവുമാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം മനസ്സിൽ കിട്ടുന്നത് വരെ ആ ഉത്തരം ന്യൂനമർദ്ദമായി ശൂന്യമായി കിടക്കും. ശൂന്യത ന്യൂനമർദ്ദമാണ്. ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കും. അറിയില്ലേ? അനുഭവം. ന്യൂനമർദ്ദം തലയിൽ ഉണ്ടാക്കുന്ന അനുഭവത്തെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുക. അറിയണം. എന്റെ ഉള്ളിലേക്ക് വെളിച്ചത്തെ സ്വീകരിക്കാൻ തയ്യാറാവാനുള്ള ഒരിടം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാക്കണം. വെളിച്ചത്തെ സ്വീകരിക്കാൻ, അറിവിനെ സ്വീകരിക്കാൻ. ഇന്ന് പുസ്തകങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, പണ്ട് പുസ്തകം കിട്ടാഞ്ഞിട്ടാ വായിക്കാഞ്ഞ്. ഇന്ന് പുസ്തകങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഇന്ന് പുസ്തകങ്ങൾ കോടിക്കണക്കിന് ലഭ്യമാണ്. പക്ഷെ എന്നിട്ടും വായിക്കാത്തത്. ഇതെനിക്ക് വേണമെന്നൊരു തോന്നൽ ഉണ്ടാകണമെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാവണം. ഈ ചോദ്യങ്ങളിലൂടെ വിജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് കടക്കണം. മനസ്സിലായോ? ഈ ജ്ഞാനത്തിലേക്ക് കടന്നാൽ ഈ ജ്ഞാനം ശരിയാണോ എന്ന് ചുറ്റുവട്ടമുള്ള ആളുകളുമായി ചർച്ച ചെയ്തിട്ടും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും ഉറപ്പുവരുത്തി അതിൻ്റെ യുക്തി കാണണം. അപ്പോൾ മാത്രമേ നോളജ് ഉണ്ടാവുന്നുള്ളൂ. നോളജ് ഉണ്ടാവണമെങ്കിൽ 3 കാര്യം വേണം. നോളജ് ഉണ്ടാകണമെങ്കിൽ 3 കാര്യങ്ങൾ ഒത്തുചേരണം. ഒന്ന്, ആ നോളജ് സത്യമായിരിക്കണം. ആരെങ്കിലും പറഞ്ഞുകൊണ്ട് നോളജ് ആവില്ല. അത് സത്യമാണെന്ന് രണ്ടാമത് യുക്തിപൂർവം എനിക്ക് തെളിയിക്കാൻ, മറ്റൊരാളോട് തെളിയിക്കാൻ പറ്റണം. സത്യമാണെന്ന് മറ്റൊരാളോട് എനിക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റണം. മൂന്നാമത്തത്, അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും വേണം. ഇത് 3 ചേരുമ്പോഴേ നോളജ് ഉണ്ടാവും. സത്യമാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉപനിഷത്തുണ്ടാക്കിയത്. അടുത്തിരുന്ന് ചർച്ച ചെയ്തത്. അർദ്ധസത്യങ്ങളും അസത്യങ്ങളും അപൂർണ സത്യങ്ങളും 1 ലക്ഷം കൂട്ടി വെച്ചാലും ഒരു കൊച്ചു സത്യത്തിന്റെ അടുത്തെത്തില്ല.